അമേരിക്കയിലും ജനിച്ചാ മതിയായിരുന്നു. ഡാഡിനെ കൊണ്ട് പൊറുതിമുട്ടി. അങ്ങനെ എനിക്കൊരു തരി ഫ്രീഡം തന്നെയില്ലടാ. സ്നേഹം കൊണ്ടല്ലടാ, ഡാഡിക്ക് പേടിയുണ്ടാവും നീ ഏതെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടുമെന്ന്. അങ്ങനെയല്ലടാ, ഞാൻ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെ വാതിലും ചവിട്ടിപ്പൊളിച്ച് എന്റെ റൂമിലോട്ട് കയറി വന്നത്. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണ്? നീ എന്താണ് ഇത്ര ക്രിട്ടിക്കലായിട്ട് റൂമിൽ ചെയ്തോണ്ടിരിക്കണത്? നീ എന്റെ പ്രൈവസി എന്നാന്ന് നോക്കിയല്ലേ? നീ എന്റെ ഡാഡിനെ പോലെ ആവല്ലേ? എനിക്കത് ഇഷ്ടമല്ല. ഡാഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. മടുത്തടാ. കാറ് കഴുകിയില്ലെന്നും പറഞ്ഞ എന്നെ മുറ്റത്തിട്ട് തല്ലി പരിപ്പിളക്കി. പൈപ്പും ചോട്ടി വന്ന ആന്റിമാര് മൊത്തം കണ്ട് നാണക്കേടായി. നാട് വിട്ടാലാന്ന് വരെ ഞാൻ ആലോചിച്ചു. എന്നിട്ടെന്താ നീ നാട് വിടാഞ്ഞത്? പിന്നെ ഞാൻ ഇതുവരെ കൊച്ചി വിട്ടെങ്കും പോയിട്ടില്ല. എന്റെ ഡാഡി വിട്ടിട്ടുമില്ല. വഴിതെറ്റിപ്പോയാലാന്ന് എനിക്ക് ശരിക്കും പേടിയായടാ. ഒരു ദിവസം നിനക്ക് ഫ്രീഡം കിട്ടും, പക്ഷെ നിന്റെ മെച്ചൂരിറ്റി ഡാഡിയുടെ മുമ്പിൽ നീ തെളിയിക്കണം. എന്റെ ഡാഡി വെച്ചേക്കണ പവർ ഗ്ലാസ് ആടാ. അങ്ങേരിക്ക് ഈ മീശ കാണാൻ പാടില്ല. എന്നിട്ട് എനിക്ക് മെച്ചൂരിറ്റി ഇല്ലെന്ന്. 6 മണി കഴിഞ്ഞ് എന്നെ പുറലോകം കാണിക്കാറില്ല അങ്ങേര്. എടാ പൊട്ടാ, നിന്നാരെങ്കിലും തട്ടിക്കൊണ്ടുപോന്ന് മേടിച്ചിട്ടായിരിക്കും. സ്നേഹം കൊണ്ടല്ലടാ. സ്നേഹിച്ച് എന്നെ വെറുപ്പിച്ച്. മിക്കവാറും ഞാൻ ഡാഡിക്കിട്ട് പണിയും. നാളെ സിനിമക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ പണിയും. എന്റെ വേറെ മുഖം ഞാൻ കാട്ടിക്കൊടുക്കും. പണിയും ഞാൻ. കൊള്ളാടാ, നിങ്ങ തമ്മി തല്ലി കിട്ടാത്ത ഫ്രീഡം നീ തല്ലി മേടിക്ക്. അയാള് പഴയ പോഞ്ഞിക്കരയാണ്. സീനില്ല. ജിമ്മിൽ പോയി ചേരാ. പടത്തിന് വിട്ടില്ലെങ്കിൽ 5 മാസം കഴിഞ്ഞാലും റിവെഞ്ച് എടുക്കാം. എന്തായാലും പണിയും ഞാൻ. ആംഗ്ലേ ഇപ്പൊ കൊടുക്കാങ്ങളെ. സോറി ആംഗ്ലേ. ആരാടാ? ഡാഡി ഫോൺ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വരാം. ഡാഡി ഞാൻ ഓടി വരാം. എടാ ഫോൺ പിടിച്ചേ ഓടി വരാം.